ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിതൊരു കല്യാണ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വ്ളോഗാണ്. എൻ്റെ കസിൻ്റെ കല്യാണമാണ്. അപ്പം നമ്മളെല്ലാവരും കൂടെ പാലക്കാടും തൃശ്ശൂരിനും നടുക്കുള്ള AR ഹാൻഡ്ലൂംസ് കുത്താമ്പള്ളിയിൽ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. നമ്മളൊരു 7 പേരുണ്ടായിരുന്നു. നമുക്ക് വൈകിട്ട് 9:30 കായംകുളത്ത് നിന്നുള്ള അമൃത എക്സ്പ്രസ്സിനായിരുന്നു പോകേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ ചെന്നു. നമ്മളെല്ലാവരും പ്ലാറ്റ്ഫോമിലേക്ക് പോയി കഴിഞ്ഞ് നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ട്രെയിന് അരമണിക്കൂർ ഡിലേ ആയിരുന്നു. എന്നാലും വലിയ പോസ്റ്റില്ലാണ്ട് നമുക്ക് ട്രെയിനിൽ കയറാൻ പറ്റി. നമ്മൾ ഓൾറെഡി റിസർവ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റിനൊന്നും ബുദ്ധിമുട്ട് വന്നില്ല. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറിയതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചു. നമ്മൾ ഓൾറെഡി ഫുഡ് മോമോസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ മോമോസ് ഇരുന്ന് കഴിച്ച് ഇറങ്ങി എണീറ്റപ്പോഴത്തേക്ക് നമ്മൾ ഒറ്റപ്പാലം എത്തി. ശേഷം നമ്മൾ ഒറ്റപ്പാലത്ത് നിന്നും തിരുവില്ലാമലയ്ക്ക് പോയി അവിടെ ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷം രാവിലെ നമ്മൾ എണീറ്റ് കൂത്താമ്പലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. അധികം റെസ്റ്റ് എടുക്കാനോ ഉറങ്ങാനോ ഒന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് എല്ലാവരും കൂടെ ഇരുന്ന് 1 മണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞ് എല്ലാവരും ഫ്രഷായി വന്നപ്പോഴത്തേക്കും പോകാനുള്ള ടൈമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളൊരു വീട് പോലെയായിരുന്നു എടുത്തിരുന്നത്. അതിൻ്റെ ഓണർ ഞങ്ങൾക്ക് 2 ഓട്ടോ വിളിച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓട്ടോ വരുന്ന ഗ്യാപ്പിലേക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ തന്നെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം പ്രശസ്തമായ ഒരു അമ്പലമായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്നതിന് ശേഷം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഞാനൊരു മസാല ദോശയാണ്, എല്ലാവരും മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അവിടുത്തെ മസാല ദോശയുടെ കൂടെ അവർ ആദ്യം ചട്നിയും ഉഴുന്ന് വടയും തരും. അത് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അതേപോലെ തന്നെ അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അതിനുശേഷം മസാല ദോശ വന്നു, നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മുടെ ഓട്ടോ വന്നു. നമ്മൾ നേരെ ഓട്ടോയിൽ കയറി AR ഹാൻഡ്ലൂംസ് കുത്താമ്പള്ളിയിലേക്ക് പോവുകയാണ് ചെന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്കും നമുക്കൊരു നല്ല വെൽക്കമിങ്ങും എല്ലാം കിട്ടി. അങ്ങനെ നമ്മൾ അകത്ത് കയറി. നമ്മളായിരുന്നു അവിടുത്തെ ഫസ്റ്റ് കസ്റ്റമർ അന്നത്തെ ദിവസത്തെ. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ കയറിയത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കണ്ടുപിടിക്കാനും സാരി എടുക്കാനും വേണ്ടി നമുക്ക് സാധിച്ചു. കുറേ നേരത്തെ ശ്രമത്തിനൊടുവിൽ അവസാനം ഞങ്ങൾ 2 സാരി സെലക്ട് ചെയ്തു. വളരെ ബുദ്ധിമുട്ടോടെയാണ് കണ്ടുപിടിക്കാൻ പറ്റിയത്. കാരണം അവിടെ അത്രയധികം കളക്ഷൻസ് ഉണ്ടായിരുന്നു. AR ഹാൻഡ്ലൂംസിനെ പറ്റി നമുക്കൊക്കെ അറിയാവുന്നതാണ്. എന്നാലും വളരെ ഒത്തൻറ്റിക്കായിട്ടും ഭയങ്കര നാച്ചുറലായിട്ടൊക്കെയുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമുക്കും ഭയങ്കര പാടായിരുന്നു നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ ബ്രൈഡിനുള്ള സാരിയാണ് നോക്കിയത്. അങ്ങനെ നമ്മൾ ബ്രൈഡിനുള്ള സാരി ഏകദേശം ഒരു 3-3.5 മണിക്കൂർ എടുത്തിട്ടാണ് ബ്രൈഡിനുള്ള സാരി നമ്മൾ തപ്പി കണ്ടുപിടിച്ചത്. അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്യുന്ന 2 സാരികൾ നമുക്ക് ഉടുത്ത് നോക്കാൻ പറ്റും. വളരെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഞങ്ങൾ സെലക്ട് ചെയ്ത 2 സാരി ഞങ്ങൾ ഉടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് പോകണം. ഒന്ന് ഈ സാരിയാണ് ഞങ്ങൾ എടുത്തത്. ഒരു പൊന്മാൻ നീലയിൽ ഒരു റെഡ് ബോർഡർ വരുന്ന സാരിയായിരുന്നു. അത് ആ ചേച്ചിമാർ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ ഉടുപ്പിച്ച് കാണിച്ചു തന്നു. നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള സ്റ്റാഫായിരുന്നതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടോടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതായിരുന്നു ആ സാരിയുടെ ഒരു ഔട്ട്ലുക്ക്. പറയാൻ വിട്ടുപോയി, ഇതായിരുന്നു ഞങ്ങളുടെ ബ്രൈഡ്. ശേഷം ഇതിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത ശേഷം നമ്മൾ അടുത്ത സാരി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോയി. ഇതായിരുന്നു അവളുടെ അടുത്ത സാരി. വന്നിട്ട് ഒരു ഓറഞ്ചിൽ ഒരു ഗ്രീൻ ബോർഡർ വന്നിട്ട് അതൊരു ഡിസൈൻ വരണ ഒരു സാരി ആയിരുന്നു. ഇതായിരുന്നു ആ സാരിയുടെ ഫൈനൽ ഔട്ട്ലുക്ക്. അതിനുശേഷം നമ്മളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും സാരി എടുക്കണമായിരുന്നു, കുറച്ച് പേർക്ക്. അതിനുവേണ്ടി നമ്മൾ അവരുടെ ഗോഡൗണിൽ പോയി. നമുക്ക് കുറച്ച് അധികം എടുക്കണമായിരുന്നു. ഒരു 30+ സാരി എടുക്കേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ ഗോഡൗണിൽ പോയി. അവിടെ പോയതിന് ശേഷം തിരിച്ചു വന്ന് നമ്മൾ ഇവൾക്ക് റിസപ്ഷൻ ഇടാനുള്ള ലെഹങ്ക നോക്കി. ഈ ഒരു ലെഹങ്കയാണ് ഞങ്ങൾ സെറ്റ് ചെയ്തത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ലെഹങ്കയാണ്. നല്ല ഹാൻഡ് വർക്കൊക്കെ വന്നിട്ട് അത്യാവശ്യം ജോർജസ് ആയിട്ടുള്ള മെറ്റീരിയലും നല്ല അടിപൊളി ഒരു ലെഹങ്കയായിരുന്നു. അതിനുശേഷം പിന്നെയും ഒരുപാട് ഡ്രസ്സ് എടുക്കേണ്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ കുട്ടികളെല്ലാം അവിടെ നിന്ന് ഞങ്ങൾ ഉറങ്ങിപ്പോയി. ബാക്കി എല്ലാവരെല്ലാം കൂടെ പോയി ആണുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാം ഡ്രസ്സ് എടുത്തു. ബ്രൈഡ് ഉറങ്ങിപ്പോയി. ഞങ്ങൾ 2 പേരും ഉറങ്ങിപ്പോയി. അതിനുശേഷം കുറേ നേരത്തെ പരിശ്രമത്തിനുണ്ടെങ്കിൽ ഏകദേശം മൊത്തം ഒരു 9 മണിക്കൂറിന് ശേഷമാണ് ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങിയത്. 9 അല്ല, അതിൽ കൂടുതലെടുത്തു. അതിനുശേഷം റൂമിൽ വന്നിട്ട് ഞങ്ങളൊരു മലയുടെ മണ്ടയ്ക്ക് പോയി. അവിടെ പോയി കുറച്ച് നേരം ഇങ്ങനെ പീസായിട്ടിരുന്നു. അതൊരു അടിപൊളി പ്ലേസ് ആയിരുന്നു. വലിയ ആൾക്കാരും തിരക്കും കൂട്ടുമൊന്നുമില്ല. എന്നാലും ഒരു അടിപൊളി പ്ലേസ് ആയിരുന്നു. വൈബ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി പ്ലേസ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ റൂമിൽ വന്ന് കുറേ നേരം റെസ്റ്റ് എടുത്തു. അതിനുശേഷം നമ്മൾ രാവിലെ എണീറ്റിട്ട് റെഡിയായിട്ട് നമ്മൾ അവിടെയുള്ള അമ്പലത്തിൽ പോയി. വിൽവാദ്രിനാഥ ടെമ്പിൾ, തിരുവില്ലാമല എന്നായിരുന്നു ആ ടെമ്പിളിൻ്റെ പേര്. അവിടെ നമ്മൾ രാവിലെ പോയിട്ട് തന്നെ നട അടക്കുന്നതിന് മുമ്പ് തൊഴുതിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോയിട്ട് ഫുഡ് കഴിക്കാൻ കയറി. അന്ന് ഞങ്ങൾ പൂരിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ റൂമിൽ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് 7 പേരുള്ളതുകൊണ്ട് തന്നെ 2 ഓട്ടോ വിളിച്ച് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി.
11:30 ഇറങ്ങി നമുക്ക് അവിടെ നിന്ന് തിരിച്ച് കായംകുളത്തേക്കുള്ള ട്രെയിന് നമ്മളതിന് കയറി കായംകുളത്തേക്ക് വന്നു.